ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇതൊക്കെ കട്ടുകൊണ്ടുപോകുന്നത്, ഇടത് സർക്കാരാണ് ഇതിന്റെയൊക്കെ പിന്നിൽ എന്നാണ് പൊതുവെ ആരോപണം വരുന്നത്. ഇടത് സർക്കാർ വന്നിട്ടാണ് മിക്കവാറും എല്ലാ സ്ഥലത്തും അന്വേഷണം പ്രഖ്യാപിക്കുന്നത് ഇടത് സർക്കാരാണ്. ഇപ്പൊ തന്നെ ഒരു റിട്ടയർഡ് ജില്ലാ ജഡ്ജിയെ കൊണ്ട് ശബരിമലയിലെ എല്ലാ ക്രമക്കേട് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. അന്വേഷിച്ചതിന്റെ സത്യങ്ങൾ അന്വേഷിച്ച് വരട്ടെന്നോ, അതുവരെ ഒന്ന് കാത്തു നിൽക്ക്. ഈ വേഗോളം ഇരിക്കാമെങ്കിൽ ആറോളം ഇരിക്കാൻ പാടില്ലേ? ഈ വിവാദങ്ങളൊക്കെ വെറുതെ കൊണ്ടുവരുന്നതാണ്. ശബരിമല അയ്യപ്പനെ വീണ്ടും വിവാദത്തിൽ എന്നും വിവാദം. പണ്ടും ഉണ്ടല്ലോ ശബരിമല അയ്യപ്പന് തല്ലുടച്ചിട്ടില്ലേ പണ്ട്, ഇല്ലേ? അങ്ങനെ എന്നും ശബരിമലയിൽ അവിടെ ക്രിസ്ത്യൻ പള്ളി സ്ഥലം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വിവാദം ഉണ്ടായിട്ടില്ലേ നിലയ്ക്കല്? അങ്ങനെ ശബരിമലയായിട്ട് എന്നും വിവാദങ്ങളാണ്. എന്നാലും ശബരിമല അയ്യപ്പന്റെ പ്രസക്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പ്രസംഗത്തിലും പറഞ്ഞു ചില ജാതിക്കാരും ചില സമുദായങ്ങളും എല്ലാം കൈയടക്കി വെച്ചിരിക്കുന്നത്. മലപ്പുറം പ്രസംഗത്തിൽ തുടങ്ങിയതാണ് ഇത് പറയാൻ. അത് ഈ കട്ടവന്റെ തലേ പൂടയിരിക്കണം എന്ന് പറയുമ്പോൾ തപ്പുകയല്ലേ? അതുപോലെ ഞാൻ ആരും സമുദായം പറഞ്ഞില്ലല്ലോ, ചില സമുദായമല്ല പറയണത്. ഇപ്പൊ കട്ടവന്റെ തലേ പൂടയിരിക്കണം എന്ന് പറഞ്ഞാൽ തപ്പിയെങ്കിൽ അവൻ ആരാണ്? അവനാണ് കോഴി കെട്ടത്. അപ്പോഴും ഈ ഈഴവ സമുദായ അംഗങ്ങളുടെ ഐക്യമില്ലായ്മയും അങ്ങ് പറയുന്നുണ്ട്. ഉണ്ട്. അത് ഞങ്ങളുടെ ഐക്യമില്ലായ്മയാണല്ലോ ഇതിനെല്ലാം കാരണം. സമുദായത്തിനും ഐക്യമില്ല. ഇവിടെ തന്നെ നിങ്ങളൊന്നുമല്ല ഐക്യം ഉണ്ടായിരുന്നെങ്കിൽ പണ്ടേ ഇവിടെ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു.